ചെന്നൈയിൽ നിന്നും 150 കിലോമീറ്റർ മാറി വില്ലുപുരത്തുള്ള കുഞ്ചിപ്പാള എന്ന് പറയുന്ന വില്ലേജിലായിരുന്നു മുരുകൻ രാജേശ്വരി ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് 3 മക്കളായിരുന്നു. മൂത്തതൊരു മകളായിരുന്നു. ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടി +2-ലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്. ബാക്കി താഴെയുള്ളത് 2 ആൺകുട്ടികളായിരുന്നു. ഒരു കുട്ടി 7ാം ക്ലാസ്സിലും മറ്റേ കുട്ടി 4ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. മുരുകൻ അവിടെ അടുത്തുള്ളൊരു സോഫ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതിലത്തെ ശമ്പളം വെച്ച് അവരുടെ കുടുംബം ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഭാർഗവി എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർ നന്നായിട്ട് പഠിക്കുമായിരുന്നു. 10ലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. +2-ന് നല്ല മാർക്കോടുകൂടി പാസ്സാവണം, അതിനുശേഷം എഞ്ചിനീയർ ആകണമെന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. ഇവരുടെ വീട്ടിലത്തെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഈ മുരുകൻ സ്ഥിരമായിട്ട് കുടിച്ച് വീട്ടിൽ വന്ന് മോശമായിട്ടുള്ള രീതിയിൽ അമ്മയെയും അതുപോലെ തന്നെ മക്കളെയും ചീത്ത പറയാറും അതുപോലെ തന്നെ ഉപദ്രവിക്കാറും ഒക്കെ ഉണ്ട്. അങ്ങനെ അച്ഛൻ്റെ ടോർച്ചർ സ്ഥിരമായി. അവസാനം 2012 ഏപ്രിൽ മാസം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സതീഷ് കുമാർ എന്ന് പറയുന്ന തൻ്റെ കാമുകനോടൊപ്പം ആ പെൺകുട്ടി ഒളിച്ചോടി പോവുകയായിരുന്നു. ഇനി എന്തൊക്കെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും താൻ തൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകില്ല എന്നും, ഇനി 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് പറഞ്ഞേക്കുന്നുള്ളത് ആ പെൺകുട്ടിക്ക് അറിയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണ്ടാവില്ല, അനാഥാലയത്തിലല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ ഏതെങ്കിലും സ്ഥലത്ത് പോയി നിന്നാൽ മതി എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ പെൺകുട്ടി ആ സമയത്ത് കാമുകൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ആലോചിക്കുന്നതിൻ്റെ ഇടയിലാണ് സുൽവതെല്ലാം ഉന്മയെന്ന് പറഞ്ഞിട്ടുള്ളൊരു TV പ്രോഗ്രാമിൻ്റെ കാര്യം ഇവരുടെ ശ്രദ്ധയിൽ വിടുന്നത്. അതായത് നമ്മളുടെ നാട്ടിൽ കഥയിൽ ഇത് ജീവിതം എന്ന് പറയുന്നതിൻ്റെ തമിഴ് വെർഷൻ. അപ്പോൾ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ നേരെ ആ ഒരു ടീമിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. അവരെ കോൺടാക്ട് ചെയ്തു. അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം മെയ് 18, 2012 ഷൂട്ടിന് വരാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് പറയുകയായിരുന്നു. ആ ഒരു എപ്പിസോഡ് എയർ ചെയ്ത ശേഷം ആ പ്രോഗ്രാം വലിയ രീതിയിൽ വൈറലാവുകയാണ്. നാടിനെ നടുക്കുന്ന രീതിയിലുള്ള ഒരുപാടധികം രഹസ്യങ്ങളായിരുന്നു ആ പെൺകുട്ടി ആ പ്രോഗ്രാമിൻ്റെ അകത്ത് വെച്ച് പറഞ്ഞത്. സോ എന്തുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞത്? ആ ഒരു പ്രായത്തിൽ ആ പെൺകുട്ടി എന്തിനൊളിച്ചോടി? നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതുപോലെ തന്നെ പഠിച്ച് ഒരു നിലയിൽ എത്ര എന്നുള്ളതായിരുന്നു ആ കുട്ടിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ആ പെൺകുട്ടി എന്താണ് ആ പ്രോഗ്രാമിൽ പറഞ്ഞത്? അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. വളരെ ഫേമസ് ആയിട്ടുള്ള നിർമ്മല പെരിയസ്വാമി ആയിരുന്നു ആ ഒരു സൊൽവതെല്ലാം ഉന്മയ് പ്രോഗ്രാമിൻ്റെ ആങ്കർ. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൻ്റെ ടീം നേരെ ഈ പെൺകുട്ടിയുടെയും അതുപോലെ തന്നെ ആ പയ്യൻ്റെയും വീട്ടുകാരെ കോൺടാക്ട് ചെയ്യുകയാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, ഒരുപാട് നാളുകളായി മകളെ കാണാതായിട്ട്, ഞങ്ങൾ എന്തായാലും ആ ഒരു പ്രോഗ്രാമിന് വരും, അതുപോലെ തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് പോകുമെന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു സതീഷിൻ്റെ പാരൻസിനെ വിളിച്ചപ്പോൾ അവരും പറഞ്ഞു 10-30 ദിവസമായിട്ട് തങ്ങളുടെ മകനെ കാണാനില്ല, അവരും വരുമെന്നുള്ള കാര്യം പറയുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ ഡേറ്റ് വന്നെത്തി. അവിടെ വെച്ച് ഈ പെൺകുട്ടി കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിനും ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപാണ് ഈ പെൺകുട്ടിയുടെ പ്രണയത്തിൻ്റെ കാര്യം വീട്ടിലറിയുന്നത്. എന്നാൽ അതിനും കുറച്ച് മുമ്പ് തന്നെ പെൺകുട്ടി തൻ്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്, നല്ല രീതിയിൽ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാമെന്ന് പറയുകയാണ്. എന്നാൽ പതിയെ ഈ ഒരു വാർത്ത ഈ പെൺകുട്ടിയുടെ അച്ഛൻ്റെ ചെവിയിലെത്തുകയാണ്. ആൾ വീട്ടിൽ വന്ന് വലിയ രീതിയിൽ ഈ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടി നേരെ സതീഷിൻ്റെ വീട്ടിലോട്ട് ഓടിപ്പോവുകയാണ്. അത് വലിയ രീതിയിലുള്ള ഇഷ്യൂ ആയി. അതായത് ഇയാളുടെ ഫാമിലി മെമ്പേഴ്സിനെ നാട്ടുകാരെയൊക്കെ കൂടെ കൂട്ടിങ്ങേറ്റ് ആ ഒരു പയ്യൻ്റെ വീട്ടിലോട്ട് പോയിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോലീസിൽ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ആ ഒരു പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. എന്നാൽ മുരുകൻ്റെയും രാജേശ്വരിയുടെയും കൂടെ വീട്ടിലെത്തിയ ഒരു പെൺകുട്ടി വീണ്ടും വീട് വിട്ടോടി ഈ ഒരു സതീഷിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇത്തവണ പ്രശ്നം വീണ്ടും വഷളായി. ആ ഒരു സമയത്ത് നാട്ടിലെ കാരണവന്മാരൊക്കെ ഇടപെടുകയാണ്. ഇയാൾ എന്തായാലും കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി 18 തികഞ്ഞിട്ടില്ല, ഇപ്പോൾ അതിനെന്തായാലും ജയിലിലോട്ട് പോകേണ്ടതായിട്ട് വരും. സോ നാട്ടുകാരൊക്കെ ഇടപെട്ടു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പയ്യൻ്റെ പാരൻസിൻ്റെ കയ്യിൽ നിന്നും കയ്യൊപ്പും കാര്യങ്ങളൊക്കെ വാങ്ങി ആ പെൺകുട്ടിയെ വീട്ടുകാരുടെ കൂടെ വിടുകയായിരുന്നു. ഇത്തവണ ആ പെൺകുട്ടിയെ മുരുകൻ്റെ വീട്ടിലോട്ടായിരുന്നില്ല കൊണ്ടുപോയത്, ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടിയും ആ പയ്യനും കൂടെ വീണ്ടും ഒളിച്ചോടുകയാണ്. ഇത്തവണ ആ പയ്യൻ്റെ വീട്ടിലോട്ടല്ല അവർ പോയത്, അവർ രണ്ടുപേരും വേറെ എങ്ങോട്ടോ പോയി. അപ്പോൾ ഈ മുരുകൻ വലിയ ഇഷ്യൂ ഉണ്ടാക്കി നേരെ ഇവിടെ വന്നു നോക്കുന്ന സമയത്ത് സതീഷിൻ്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അവർ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല. അവരും മകനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ ഇയാൾ പോലീസിലും കാര്യങ്ങളിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തു. ഇവർ രണ്ടുപേരും അന്വേഷിക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-30 ദിവസമായിട്ട് ഇവർ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർ ഈ പ്രോഗ്രാമിലോട്ട് എത്തുന്നത്.
അപ്പോൾ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ആ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ തവണ ഈ പെൺകുട്ടി ഓടിപ്പോയല്ലോ, അതിനുശേഷം പിടിച്ചുകൊണ്ട് വന്നിട്ട് തന്നെക്കാട്ടിലും 16 വയസ്സ് മൂത്ത ഒരാളെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നുള്ള രീതിയിൽ ആ പെൺകുട്ടി പറയുകയാണ്. അപ്പോൾ സതീഷിൻ്റെ പേരൻസും ഈ ഒരു ഷോക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെയും കണ്ട സതീഷിൻ്റെ അമ്മ പൊട്ടിക്കരയുകയാണ്. തങ്ങളുടെ മകനും അതുപോലെ തന്നെ തൻ്റെ ഫാമിലി മെമ്പേഴ്സും സമാധാനമായിട്ട് എവിടെയെങ്കിലും ജീവനോട് ഉണ്ടായാൽ മതി എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം എന്ന് അവർ പറയുകയാണ്. അതായത് ഈ പെൺകുട്ടിയുടെ ഫാമിലി ഇവരെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നെന്നും ഇപ്പോൾ തങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ തന്നെ ഭയമാണെന്നുള്ള രീതിയിൽ അവർ പറയുകയുണ്ടായി. മകളോട് കൂടെ വരാൻ രാജേശ്വരിയും മുരുകനും പറഞ്ഞപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും അവരുടെ കൂടെ പോകില്ല എന്ന് മകൾ തീർത്ത് പറയുകയാണ്. അപ്പോൾ അതിനുള്ള കാരണം ചോദിക്കുകയാണ്. ആ ഒരു കാരണം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച് പോവുകയായിരുന്നു. അതായത് ഈ പെൺകുട്ടി 9ൽ പഠിക്കുന്ന ടൈമിൽ അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള മുരുകൻ മദ്യപിച്ചു വന്ന് ആ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് കിടക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ അഴിച്ച് വളരെ മോശമായിട്ട് പെരുമാറിയതായിട്ട് ആ പെൺകുട്ടി പറയുകയാണ്. അപ്പോൾ ഈ ഒരു വിവരം ഈ പെൺകുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മ, ഈ വിവരം നീ ഇപ്പോൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതം ആകെപ്പാടെ പ്രശ്നത്തിലാവും, പോലീസ് കോടതി അങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലാത്തൊരു സിറ്റുവേഷനിലാവും. അപ്പോൾ നീ ഇപ്പോൾ പഠിക്കേണ്ട സമയത്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, ഇത് നീ പുറത്ത് ആരോടും പറയരുത് എന്നുള്ളൊരു രീതിയിലായിരുന്നു അമ്മ ആ പെൺകുട്ടിയോട് പറഞ്ഞത്. അതേപോലെ തന്നെ അച്ഛൻ എന്തായാലും നിന്നെ കൊന്നുകളയെന്നുള്ള കാര്യം കൂടെ ആ പെൺകുട്ടിയുടെ അടുത്ത് കൂട്ടിച്ചേർക്കുകയാണ്. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ഭയമായി. അതുകൊണ്ട് ആ ഒരു വിവരം ആ പെൺകുട്ടി ആരും അറിയാതെ മറിച്ചു വെക്കുകയായിരുന്നു. മദ്യപിച്ചും ബോധമില്ലാത്ത സമയപ്പോൾ മാത്രമല്ല, ബോധമുള്ള സമയപ്പോഴും തൻ്റെ അച്ഛൻ തൻ്റെ അടുത്ത് തെറ്റായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെന്നും ആ ഒരു പെൺകുട്ടി കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ഇതല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതിലും ഷോക്കിംഗ് ആയ ഒരു കാര്യം ആ പെൺകുട്ടി ആ ഷോയിൽ പറയുകയായിരുന്നു. അതായത് ആ പെൺകുട്ടി 10ൽ പഠിക്കുന്ന ടൈമിൽ തൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം പോയി നിന്നതായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്ന ടൈമിൽ ആ പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും അച്ഛൻ മോശമായിട്ട് പെരുമാറുകയാണ്. ആ സമയത്ത് ആ പെൺകുട്ടി അമ്മയുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ മിണ്ടാണ്ട് നിന്നോ, ആരുടെ അടുത്തും പറയണ്ട, ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും കൊന്നുകളയുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെയും കൊന്നുകളയോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അച്ഛൻ ഓൾറെഡി 3 പേരെ കൊന്ന് നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ആ അമ്മ പറയുകയായിരുന്നു. അപ്പോൾ ആരാണ് എന്താണെന്നുള്ളൊരു കാര്യം ഈ പെൺകുട്ടി ചോദിച്ചു. നമ്മുടെ വീട്ടിൽ വന്ന അച്ഛൻ്റെ കൂട്ടുകാരനായ ശേഖരനെയും അയാളുടെ മകളായിട്ടുള്ള ലാവണ്യയുടെ കാമുകനായിട്ടുള്ള സിലംബരസനെയും അച്ഛൻ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു അമ്മ മകളുടെ അടുത്ത് പറയുകയാണ്. ഇതുകൂടെ കേട്ടപ്പോൾ ആ മകള് ആകെപ്പാടെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ്. പിന്നീട് അച്ഛനെക്കുറിച്ച് പറയാനോ അച്ഛൻ്റെ മുഖത്ത് നോക്കാനുള്ളൊരു ധൈര്യം പോലും ഈ ഒരു പെൺകുട്ടിക്ക് പിന്നീട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരെ 3 പേരെയും കാണാതായിട്ട് ആരും അന്വേഷിച്ചില്ല എന്നുള്ളൊരു കാര്യം ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ പെൺകുട്ടി മറ്റൊരു കാര്യം പറയുകയായിരുന്നു. അതായത് ഈ ശേഖരൻ എന്ന് പറയുന്ന ഒരാൾ വീട് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വരും, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് വരും. അങ്ങനെയാണ് ആളുടെ ഒരു റൊട്ടീൻ. അപ്പോൾ അതുപോലെ ആൾ പോയതാണ് എന്നുള്ള രീതിയിലാണ് ആളുടെ ഭാര്യ വിചാരിച്ചിരിക്കുന്നത്. അല്ലാതെ ആൾ മരിച്ചു പോയെന്നുള്ളൊരു രീതിയിൽ അവർ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ ലാവണ്യയുടെയും അതുപോലെ തന്നെ കാമുകൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു തവണ ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വീട്ടുകാരൊക്കെ ആകെപ്പാടെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് പിന്നെ രണ്ടുപേരുടെ വീട്ടിലോട്ട് പിന്നെ തിരിച്ചെത്തിയതൊക്കെ ആയിരുന്നു. പിന്നീട് അപ്പോൾ ഇവർ രണ്ടുപേരും വീണ്ടും ഒളിച്ചോടി പോയിട്ടുണ്ടാകും, അവർ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നുണ്ടാകും എന്നുള്ളതായിരുന്നു ആ ലാവണ്യയുടെ ഫാമിലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഇവർ 3 പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂടെ കേട്ടപ്പോൾ ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്തിരുന്ന ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകളും എല്ലാവരും തന്നെ ഷോക്കായി പോവുകയാണ്. 3 പേരെ കൊന്ന ഒരാളാണോ ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിൽ അവരാകെപ്പാടെ സ്റ്റക്കായി പോയി. എന്നാലും അവിടെ കൂടിയിരുന്നതിൽ ഒരുപാടധികം ആളുകൾ അതൊന്നും വിശ്വസിച്ചില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവളിതൊക്കെ നുണയുണ്ടാക്കി പറയുകയാണ്, വെറുതെ കഥ പറയുന്നതാണ്, ഞങ്ങളുടെ അടുത്ത് വരാതിരിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ പോകാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതെന്നാണെന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്തുണ്ടായിരുന്ന ഭയം വളരെ വിസിബിളായിട്ട് ക്യാമറയിലും പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആ ഒരു പെൺകുട്ടി പറഞ്ഞതിന് ശേഷം ഇനി ഞങ്ങളോളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ, സതീഷിൻ്റെ വീട്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് അവർ ഷോ അവസാനിപ്പിച്ച് പോവുകയായിരുന്നു. അതിനുശേഷം ഈ ഒരു ആങ്കറിൻ്റെ അടുത്തും ആ ഒരു ടീമിൻ്റെ അടുത്തും ഈ ഒരു പ്രോഗ്രാം എന്ത് വന്നാലും എയർ ചെയ്യരുത് എന്നുള്ളത് അവർ കാല് പിടിച്ച് പറഞ്ഞു. എന്നാലും അവർ അതിനെ കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം ഈ പെൺകുട്ടിയുടെ ഫാമിലി അവരുടെ ഗ്രാമത്തിലോട്ട് പോയി. ഈ പയ്യൻ്റെ ഫാമിലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പേടിച്ചത് കാരണം വേറൊരു സ്ഥലത്ത് നിന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് സ്വൽവതെല്ലാം മുൻമേ ടീം ഈ ഒരു ശേഖരൻ്റെയും ലാവണ്യയുടെയും വീട്ടിൽ പോയിട്ട് അന്വേഷിക്കുകയാണ്.
അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ നാളുകൾക്ക് മുന്നേ മിസ്സിങ് ആയതാണ്. അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ആ ഒരു സ്ത്രീ, അതായത് ലാവണ്യയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ ആയപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണ്. ഇവർ നേരെ പോലീസിനെ കോൺടാക്റ്റ് ചെയ്യുകയാണ്. DSP ഓഫീസിൽ പോയിട്ട് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾ ഷൂട്ട് ചെയ്യായിരുന്നു, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു 3 കൊലപാതകം നടന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവർ റിവീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവർ ആ ഒരു പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്. അങ്ങനെ വില്ലുപുരത്തുള്ള SP ഓഫീസിലോട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. അവിടെയുള്ള പോലീസുകാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നമുക്കൊരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് പോലും കിട്ടിയിട്ടില്ല, എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 ദിവസത്തിന് ശേഷമായിരുന്നു ഈ ഒരു പ്രോഗ്രാം പിന്നീട് എയർ ചെയ്തത്. ഇത് എയർ ചെയ്യുന്നതിന് മുൻപ് രാജേശ്വരി സതീഷിൻ്റെ ഫാമിലിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സതീഷിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ തമ്മിൽ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മക്കൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ, ഞാൻ നിങ്ങളെ സ്വന്തം ചേട്ടനെ പോലെയാണ് കാണുന്നത്, ആ പ്രോഗ്രാം എന്തായാലും എയർ ചെയ്യരുത്, അത് പുറത്ത് വിടരുത് എന്നുള്ളത് അവർ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. എന്നാൽ ഒരു സതീഷിൻ്റെ ഫാമിലി അതിന് കൂട്ടാക്കിയില്ല. അങ്ങനെ ഈ മെയ് 28, 2012 അതിലെ ഫസ്റ്റ് എപ്പിസോഡ് എയർ ചെയ്യുകയായിരുന്നു. പിന്നീട് പിറ്റേ ദിവസം മെയ് 29 സെക്കൻഡ് എപ്പിസോഡും റിലീസായി. അപ്പോൾ ഇത് നാട്ടിലൊക്കെ വലിയ രീതിയിലുള്ള സംസാര വിഷയമായി. അങ്ങനെ ശേഖരൻ്റെ ഭാര്യയായിട്ടുള്ള ജീവിയും ഇതിനെക്കുറിച്ച് അറിയുകയാണ്. അവർ നേരെ SP ഓഫീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയും ചെയ്തു. കംപ്ലയിൻറ്റ് കിട്ടിയ പോലീസ് ടീം നേരെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കോൺടാക്റ്റ് ചെയ്യാണ്, ഈ ഒരു സൊൽവതെല്ലാം ഉണ്മ ടീം ത്രൂ. അങ്ങനെ ആ പെൺകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു, മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി ലൊക്കേഷനൊക്കെ കാണിച്ച സ്ഥലത്ത് പോലീസുകാർ ടീമായിട്ട് എത്തിയിട്ട് കുഴിക്കാനായിട്ട് നോക്കുകയാണ്. ആ ഒരു സമയത്ത് വരെ ഈ പെൺകുട്ടി എന്തൊക്കെയോ പറയുകയാണ്, ഇങ്ങനൊന്നും സത്യത്തിൽ നടന്നിട്ടുണ്ടാകില്ല എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നാട്ടുകാരും പോലീസുകാരും ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കുഴിച്ചു നോക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം അവർ കണ്ടെത്തുന്നത്. അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അവർക്ക് ആദ്യം തന്നെ ഒരു തലയോട് കിട്ടി. ആ ഒരു ഏരിയ കംപ്ലീറ്റ് അരിച്ചു പറക്കിയപ്പോൾ 3 തലയോടുകളും അതുപോലെ തന്നെ എല്ലിൻ കഷ്ണങ്ങളും അവർക്ക് ലഭിക്കുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ എല്ലിൻ്റെ ഒക്കെ DNA ടെസ്റ്റ് എടുക്കുകയാണ്. അത് ശേഖരൻ്റെയും ലാവണ്യയുടെയും സിലംബരസൻ്റെയും എല്ലിൻ കഷ്ണങ്ങളാണ് എന്നുള്ളത് കൺഫേം ആവുകയും ചെയ്തു. അങ്ങനെ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ്, അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയെയും. മുരുകനെയും രാജേശ്വരിയെയും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് മതിമാരൻ എന്ന് പറയുന്ന ഒരാളുടെ കൂടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു ക്രൈമിൽ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ അയാളെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞു തുടങ്ങി. ഈ ലാവണ്യയുടെയും സിലംബരസൻ്റെയും ഈ പ്രണയത്തിൻ്റെ കാര്യം വീട്ടുകാർക്ക് ഇഷ്ടമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രാവശ്യം ഒളിച്ചോടി പോയി, അങ്ങനെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ മുരുകൻ്റെ വീട്ടിലോട്ട് വരികയാണ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആള് സംസാരിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുമെന്നുള്ളൊരു എന്താ പറയുക ആ ഒരു ചിന്തയിലായിരിക്കാം അവർ നേരെ അങ്ങോട്ട് പോയത്. മുരുകൻ ഈ ഒരു വിവരം നേരെ തന്നെ ഈ ലാവണ്യയുടെ അച്ഛനെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ആളും കൂടെയും ഇവരുടെ വീട്ടിലോട്ട് എത്തുകയായിരുന്നു. വന്ന ശേഖരൻ്റെ കയ്യിൽ 30,000 രൂപ ഉണ്ടായിരുന്നു. ലാവണ്യയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, ഗോൾഡ് ഉണ്ടായിരുന്നു. സോ ഇതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ളതായി ആളുടെ ചിന്ത. അതിനുവേണ്ടി ഇവരെ കൊല്ലാനായിട്ട് ആൾ പ്ലാൻ ചെയ്യുകയാണ്. അന്ന് വൈകുന്നേരം ഇവർ മദ്യപിക്കുകയായിരുന്നു. അതിനുശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചപ്പോൾ അതിൽ ഉറക്ക ഗുളികയും കാര്യങ്ങളൊക്കെ ചേർത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് ഇവരെ 3 പേരെയും അയാൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഈ പണവും ഗോൾഡും കാര്യങ്ങളൊക്കെ ആൾ കൈക്കലാക്കി. അതിനുശേഷമാണ് മറ്റേയാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് കുഴി തോണ്ടി ഇവരുടെ എന്താ പറയുക ഒരു കിണറിൻ്റെ അടുത്ത് ഇവരുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നത്. അങ്ങനെ ഇവരെ കോടതിയിൽ ഹാജരാക്കി. മതിമാരന് ഒരു ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ലഭിച്ചത്. ഈ മുരുകൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ആൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ഇവരുടെ അമ്മ ഉണ്ടല്ലോ രാജേശ്വരി, അവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളും മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ വെറുതെ വിടുകയും ചെയ്തു. പിന്നെ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ +2 1016 മാർക്ക് ഈ പെൺകുട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ടോട്ടൽ നോക്കുമ്പോൾ. അതിനുശേഷം എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കുകയാണ്. പെൺകുട്ടിയുടെ സ്റ്റഡീസിൻ്റെ ഒരുപാടധികം ചിലവുകളും കാര്യങ്ങളൊക്കെ ആ ഒരു പ്രോഗ്രാമും ആങ്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം പഠിപ്പൊക്കെ കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടിയെന്നാണ് പിന്നീട് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. And it's Mirajan signing off. Peace. Stay peaceful guys. Stay safe.